മാവേലിക്കര സിവിൽ സ്റ്റേഷനിൽ പതാകയുയർത്തിയ 11 വയസ്സുകാരൻ വ്യത്യസ്ത കഴിവുകൾ കൊണ്ട് ശ്രദ്ധേയനാണ്. കണ്ണുകൾ കെട്ടി കീബോർഡ് വായിച്ചതിനുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ജേതാവാണ് ഓച്ചിറ പുതുപ്പള്ളി സ്വദേശിയായ 6ാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് യാസിൻ. തന്റെ പരിമിതികളെ ഇച്ഛാശക്തിയാലും നിരന്തര പരിശ്രമത്താലും തകർത്തെറിഞ്ഞ് കീബോർഡിൽ വിസ്മയം തീർക്കുകയാണ് മുഹമ്മദ് യാസിൻ. ഉജ്ജ്വല ബാല്യ പുരസ്കാര ജേതാവ് മുഹമ്മദ് യാസിനാണ് മാവേലിക്കര സിവിൽ സ്റ്റേഷനിൽ ദേശീയ പതാക ഉയർത്തിയത്. ജന്മന യാസിന് ഇടതുകാലും ഇടതുകൈയുമില്ല. വലതുകൈ മുട്ടിന് താഴെ വരെ മാത്രം. വലതുകാൽ മെലിഞ്ഞ് വളഞ്ഞ നിലയിലുള്ള യാസിനെ എടുത്തുകൊണ്ടാണ് സ്കൂളിലെത്തിക്കുന്നത്. ഇത്രയും പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചാണ് യാസിൻ കീബോർഡ് മനോഹരമായി വായിക്കുന്നത്. നമ്മുടെ കണ്ണുകളുണ്ടെങ്കിലും കാണാത്ത ഒരു സമൂഹമാണ് നമ്മളുടെ ഇന്ന് ഉള്ളത്. ഒരു മനുഷ്യന് അടിസ്ഥാനപരമായി വേണ്ടത് ഉൾക്കാഴ്ചയാണെന്നുള്ള ഒരു സന്ദേശം കൂടി അതിൽ കൂടി പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കണ്ണു കെട്ടിക്കൊണ്ട് വായിക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ ഉള്ളിലുള്ള ദേശീയ ബോധത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നമ്മൾക്കിവിടെ കാണാൻ കഴിയുന്നത്. നമുക്ക് ഏവർക്കും അഭിമാനകരമായ കാര്യമാണ്. കണ്ണുകൾ കെട്ടി കീബോർഡ് വായിച്ചതിനുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്, നാഷണൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീമിന്റെ മികച്ച ബാലപ്രതിഭയ്ക്കുള്ള പുരസ്കാരം, APJ അബ്ദുൽ കലാം ബാലപ്രതിഭാ പുരസ്കാരം തുടങ്ങിയവ യാസിനെ തേടിയെത്തിയിട്ടുണ്ട്. ഓച്ചിറ പുതുപ്പള്ളി SS മൻസിലിൽ ഷാനവാസ് ഷൈല ദമ്പതികളുടെ മകനാണ് യാസിൻ. പിന്നെ കുറേ ടെലിവിഷൻ ഷോകളുടെ പ്രവേശിലും അമൃതയിലൊക്കെ ഉൾപ്പെടുന്ന ടെലിവിഷൻ ഷോകളുടെ ഭാഗമാകാൻ പറ്റി. സ്റ്റേജ് ഷോ ഒരുപാട് ചെയ്യാൻ പറ്റി. അപ്പം 1.5 മണിക്കൂറോളം സ്റ്റേജ് ഷോ ചെയ്യുന്നുണ്ട്. ഒത്തിരി സന്തോഷമാണ്. കേരള വിഷൻ ന്യൂസ്, ആലപ്പുഴ.